കൊച്ചി തിരുവനന്തപുരം നഗരങ്ങൾക്കായി 2511 കോടി രൂപയുടെ ജലവിതരണ പദ്ധതിയാണ് സോയൂസ് നടപ്പിലാക്കുക. ഇതിൽ 70% ADB വായ്പയാണ്, അതായത് 1750 കോടിയിലധികം രൂപ. ബാക്കി തുക സംസ്ഥാന സർക്കാർ വഹിക്കും. പദ്ധതിയിൽ 750 കിലോമീറ്റർ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കും. 1,46,000 മീറ്ററുകൾ മാറ്റി ആധുനിക മീറ്ററുകളാക്കും. പുതിയ ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കും. ശുദ്ധമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സോയൂസ് കരാറിൽ പറയുന്നു. പദ്ധതിയിൽ എതിർപ്പറിയിച്ച് ജല അതോറിറ്റിയിലെ AITUC, INTUC, CITU യൂണിയനുകൾ രംഗത്തുണ്ടെങ്കിലും മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. പൊതു ടാപ്പുകൾ പോലും ഇല്ലാതാകുമെന്നും BPL വിഭാഗത്തിൽപ്പെട്ടവർ സബ്സിഡിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നും ജീവനക്കാരുടെ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഫലത്തിൽ എറണാകുളം നഗരത്തിലെ കുടിവെള്ള വിതരണ സംവിധാനമൊട്ടാകെ സോയൂസിന് കൈമാറപ്പെടും. അങ്ങനെ വന്നാൽ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം അപ്രാപ്യമാകുന്നതായിരിക്കും ലോകത്തെവിടെയും കണ്ടുവരുന്ന മാതൃക. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് കേരള വാട്ടർ അതോറിറ്റിക്ക് വേറെ പദ്ധതി ആലുവ കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്യപ്പെട്ട് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സോയൂസിന് ഇപ്രകാരം ഈ പദ്ധതി കൈമാറപ്പെടുന്നത്. വെള്ളത്തിന്റെ തുക തീരുമാനിക്കുന്നത് കമ്പനിയാകുമെന്നതും പരിശീലനത്തിൽ വലിയ തുക നൽകേണ്ടി വരുന്നതുമൊക്കെയാണ് പദ്ധതിയെ എതിർക്കാൻ കാരണമായി യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതിയുടെ മേൽനോട്ടം ജല അതോറിറ്റിക്കാകും. ഗ്രാമങ്ങളിലെ ജലവിതരണം ഏറ്റെടുക്കാതെ ലാഭകരമായ നഗരങ്ങളിലെ ജലവിതരണം ഏറ്റെടുക്കുന്നത് ലാഭക്കണ്ണോടെയാണെന്നും വിമർശനമുയരുന്നുണ്ട്. തടസ്സങ്ങളില്ലാത്ത ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തുമെന്നതാണ് ഫ്രഞ്ച് കമ്പനിയുമായുള്ള കരാറിലെ മുഖ്യ ഇനം. എന്നാൽ മീറ്ററുകളുടെ തുക, ഒപ്പം വെള്ളക്കരം ആര് നിശ്ചയിക്കും, പൊതു ടാപ്പുകൾ ഇല്ലാതാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ആശങ്കയും അവ്യക്തതയും നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.